പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ പാകിസ്ഥാനെ നിർത്തിപ്പൊരിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ വ്യാപാര ഗതാഗത ഭീകരതയിൽ ഇന്ത്യ അങ്ങേയറ്റം ആശങ്കാകുലരാണ്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നതും. സ്ത്രീകളെയും കുട്ടികളെയും ഇതിന് എന്തിനധികം പറയുന്നു, പ്രാദേശിക ക്രിക്കറ്റ് കളിക്കാരെ പോലും കൊലപ്പെടുത്തിയ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനവും പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണിയുമാണ് എന്നതാണ് ഇപ്പോൾ ഇന്ത്യ കുറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനുമേൽ ഒരു ചെറുതരി മണ്ണ് വീഴാൻ പോലും ഇപ്പോൾ ഇന്ത്യ അനുവദിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നതും. അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ വ്യാപാര ഗതാഗത ഭീകരതയിൽ ഇന്ത്യ അങ്ങേയറ്റം ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ പർവ്വതിനേനി ഹാരിഷ് ആകട്ടെ ഇക്കാര്യങ്ങൾ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കരയാൽ ചുറ്റപ്പെട്ട അഫ്ഗാനിസ്ഥാനിലേക്കുള്ള അതിർത്തി പ്രവേശനം പാകിസ്ഥാൻ അടച്ചതിനെ പരാമർശിച്ചുകൊണ്ടും ഇന്ത്യ ശബ്ദമുയർത്തുകയും ചെയ്തു. വർഷങ്ങളായി തന്നെ നിരവധി ദുർബല സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന ഒരു ഭൂപ്രദേശം ഉൾക്കൊള്ളുന്ന രാജ്യത്തേക്കുള്ള പ്രവേശനം നിത്യമായി തന്നെ അടച്ചിടുന്നത് WTO മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് എന്നതും അദ്ദേഹം പറഞ്ഞു. ദുഷ്കരമായ സാഹചര്യങ്ങൾ അത് പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്ന ദുർബലവുമായ ചില അതായത് ഒരു LLDC രാഷ്ട്രത്തിനെതിരായ ഇത്തരം തുറന്ന ഭീഷണികളും യുദ്ധ നടപടിയും UN ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് എന്നും ഇന്ത്യ ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളെ ഞങ്ങൾ അപലപിക്കുന്നുണ്ടെങ്കിൽ പോലും അഫ്ഗാനിസ്ഥാന്റെ പ്രാദേശിക സമഗ്രത, പരമാധികാരം, സ്വാതന്ത്ര്യം എന്നിവയെ ഞങ്ങൾ ശക്തമായി തന്നെ പിന്തുണയ്ക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ ആദ്യം തന്നെ കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നുകൊണ്ടാണ് അതിർത്തി സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇന്ന് അഫ്ഗാനിസ്ഥാനെ തിരിച്ചുപിടിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണിത്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയായ അമീർ ഖാൻ മുത്താഖി ആകട്ടെ ഇന്ത്യ സന്ദർശിക്കുമ്പോഴും പോരാട്ടം വളരെയധികം രൂക്ഷമായി തന്നെ മുന്നേറുകയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത് പാകിസ്ഥാനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും എന്നാൽ അവിടെ ആക്രമണം കടുപ്പിക്കുകയുമാണ് ചെയ്തത്. ഇതിനെതിരെ തിരിച്ചടിക്കാൻ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞു എന്നതും വലിയൊരു മുന്നേറ്റമായി തന്നെ അവർ കണക്കാക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ 2021 താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ഏറ്റുമുട്ടലായിരുന്നു നടന്നതും. അതേസമയം പിന്നീട് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്നോണം പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര താവളങ്ങൾക്കെതിരെ ഇന്ത്യ വിജയകരമായ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തുകയും അതായത് പ്രത്യാക്രമണ വേളയിൽ പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതായത് വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്നത്. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ തന്നെ പാകിസ്ഥാനിലേക്കുള്ള നദീജല വിതരണം അവസാനിപ്പിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വാക്കുകൾ പുറത്തു വന്നത്. അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കുമേൽ അല്ലെങ്കിൽ ഇന്ത്യയുമായി അടുത്തു നിൽക്കുന്ന രാജ്യങ്ങൾക്കുമേൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടാൽ ഒരിക്കലും ഇന്ത്യ അടങ്ങിയിരിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ പാക് സംഘർഷ വേളയിൽ തന്നെ അവരുടെ വെള്ളം കൂടി ഇന്ത്യ മുട്ടിച്ചതും. അതേപോലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസിന്റെ ഡയറക്ടർ ജനറലായ അഹമ്മദ് ഷെരീഫ് ചൗധരി ആകട്ടെ സമാധാന ഡയലോഗ് അടുത്തിടെ പാകിസ്ഥാനുമേൽ പ്രയോഗിച്ചിരുന്നു. അതായത് രക്തവും വ്യാപാരവും ഒരുമിച്ച് പോകില്ല എന്നതായിരുന്നു ചൗധരി പറഞ്ഞത്. പക്ഷെ ഡയലോഗ് പാകിസ്ഥാനുമേൽ ബൂമറാങ് പോലെ പതിക്കുമെന്നതാണ്, അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന കാഴ്ച കൂടിയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.